ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എന്തൊരു ടേസ്റ്റാണെന്നറിയോ, ഈ ഒരു ചെമ്മീൻ റോസ്റ്റ് മാത്രം മതി ഒരു പറ ചോറുണ്ണാൻ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സൂപ്പർ ഗ്രേവി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ചെമ്മീൻ, അത്യാവശ്യം വലിപ്പമുള്ള ചെമ്മീനാണ് വാങ്ങിയിട്ടുള്ളത്. ചെമ്മീൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞ് വളരെ വൃത്തിയായിട്ട് നമുക്ക് നല്ല കഴുകിയെടുക്കാം. അതിനുശേഷം ഞാനിവിടെ ചെമ്മീൻ ഫ്രൈ ചെയ്തതിന് ശേഷമാണ് റോസ്റ്റ് തയ്യാറാക്കിയെടുക്കുന്നത്. അതിനായിട്ട് ചെമ്മീനിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പുമിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അതൊരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് നമുക്ക് വെക്കാം. എന്നാൽ മാത്രമേ ആ മുളകും മഞ്ഞൾപ്പൊടിയും ഒക്കെ ആ ചെമ്മീനിൽ പിടിച്ച് കിട്ടുള്ളൂ. അരമണിക്കൂറിന് ശേഷം വെളിച്ചെണ്ണയാണ് ഞാനിതിനെ ഫ്രൈ ചെയ്യാൻ എടുക്കുന്നത്. ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്യുകയൊന്നും വേണ്ട. നമുക്ക് ചെമ്മീനൊക്കെ ഒരുപാട് കുക്ക് ചെയ്താൽ അതൊരു റബ്ബർ പോലെയാകും. ഒരു 3 to 4 മിനിറ്റ്സ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ആ ഗ്രേവിയിൽ ഇടുമ്പോഴത്തേക്കും ഒരുപാട് കുഴഞ്ഞു പോവാതെ നമുക്ക് നല്ലൊരു തിക്ക് മസാലയായിട്ട് തന്നെ നമുക്ക് റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ ഞാൻ കുറച്ചധികം ചെമ്മീനുള്ളത് കൊണ്ട് തന്നെ ഒരു 3 പ്രാവശ്യമായിട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. എല്ലാവരും ശ്രദ്ധിക്കണം, ഓവർ കുക്ക് ചെയ്ത് ചെമ്മീൻ വളരെ റബ്ബർ പോലെ ആക്കി എടുക്കരുത്. ജസ്റ്റ് ഒന്ന് 3 to 4 മിനിറ്റ്സ് ഫ്രൈ ചെയ്ത് കോരിയെടുക്കാം. അങ്ങനെ ബാക്കിയുള്ളതും കൂടി ഞാനിവിടെ ഫ്രൈ ചെയ്ത് കോരിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചുവന്നുള്ളിയാണ്. അതൊരു 1/4 കിലോ ഞാൻ എടുത്തിരിക്കുന്നുണ്ട്. 5 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും, ഒരു 5 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, കുറച്ച് കറിവേപ്പിലയും, 2 പഴുത്ത മീഡിയം സൈസ് തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ആ ഫ്രൈ ചെയ്ത അതേ എണ്ണയിലേക്ക് തന്നെ ആദ്യമേ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഉള്ളിയും നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. എപ്പോഴും ചെമ്മീൻ ഉണ്ടാക്കുമ്പോഴത്തേക്കും ചെറിയ ഉള്ളി തന്നെ ചേർക്കുകയാണ് വളരെ ടേസ്റ്റ് കിട്ടുന്നത്. അത് എത്രത്തോളം ചേർക്കാമോ അത്രത്തോളം ചേർത്താൽ വളരെ ആ ഗ്രേവിക്ക് തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഒരല്പം എണ്ണയും കൂടി ഞാൻ സമയം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പുമിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ നന്നായി വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ 2 കഷ്ണം കുടംപുളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരികയാണ്. നമുക്ക് ചിലവർക്ക് ചെമ്മീനൊക്കെ കഴിക്കുമ്പോൾ തൊണ്ട ഇങ്ങനെ ചൊറിച്ചിൽ പോലെയൊക്കെ തോന്നും. അപ്പോൾ ഒരു ചെറിയ കഷ്ണം പുളി ഇട്ട് നമ്മൾ കുക്ക് ചെയ്യുവാണെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. അപ്പോൾ ആരും തന്നെ ചെമ്മീൻ ഇഷ്ടമുള്ളവർക്ക് കഴിക്കാതിരിക്കേണ്ട. ഒരു ചെറിയ കഷ്ണം പുളിയും കൂടി ചേർത്ത് നമ്മൾ കുക്ക് ചെയ്തെടുത്താൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കേട്ടോ. ഉള്ളി നന്നായിട്ട് വാടി വരുമ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച 2 പഴുത്ത തക്കാളി ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് നല്ല തിക്കായിട്ടുള്ള പേസ്റ്റ് പോലെ ആകും. ഉള്ളിയും തക്കാളിയും നന്നായിട്ട് കുക്കായി വരുമ്പോൾ നല്ല തിക്ക് ഒരു ഗ്രേവി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ചേർക്കാൻ കുറച്ച് മസാലപ്പൊടികൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ കശ്മീരി പൊടിയും, 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയുമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതുകൂടി നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ചെമ്മീനാകുമ്പോൾ തന്നെ കുറച്ച് എരിവൊക്കെ ഉണ്ടെങ്കിലായിരിക്കും ടേസ്റ്റ് വരുന്നത്. എരിവ് കുറച്ച് മതി എന്നുള്ളവർക്ക് കുറച്ച് എരിവുള്ള മുളക് പൊടി കുറച്ചെടുത്താലും മതിയാകും. നന്നായിട്ട് നമുക്കൊന്ന് അതിൻ്റെ മുളക് പൊടിയുടെ പച്ച മണമൊക്കെ മാറണ വരെ നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചെമ്മീനും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്ത് ചേർത്തുകൊണ്ട് ചെമ്മീനും ഗ്രേവിയും കൂടി ഒരുപാട് കുഴഞ്ഞൊന്നും പോവാതെ നല്ലൊരു തിക്ക് റോസ്റ്റായിട്ട് തന്നെ ഇതാ നോക്കി, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. കാണാനും എന്ന പോലെ തന്നെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ്. ഈ ഒരു ചെമ്മീൻ റോസ്റ്റ് കൊണ്ട് തന്നെ നമുക്ക് ഒരു പറ ചോറ് കഴിക്കാം. എല്ലാവരും വീട്ടിൽ മറക്കാതെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ട് വീഡിയോസൊക്കെ ഇടാനുള്ള ഒരു പ്രചോദനം കിട്ടുന്നത്. പുതുതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.